ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ദൈവത്തെ വളരെ സ്നേഹമുണ്ട്. ആ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. എന്നാൽ ഒരു കുട്ടി തൻ്റെ ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന രീതി വിശുദ്ധ ബൈബിളിലൂടെ യേശു നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 9-ാം തിരുവചനത്തിലൂടെ എങ്ങനെയാണ് താൻ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്നത് എന്ന് ആ തിരുവചനം നമ്മളെ ബോധ്യമാക്കി തരുന്നു. ഈശോയും ശിഷ്യന്മാരും ജനത്തോടൊപ്പം ഒരു വിജനപ്രദേശത്തായിരിക്കുമ്പോൾ 5000-ത്തിലധികം പുരുഷന്മാരും അവരുടെ ഭാര്യമാരും മക്കളും ഒത്തുചേർന്ന ഒരു വലിയ ജനസമൂഹത്തിന് ഭക്ഷണം കൊടുക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുമ്പോൾ നിസ്സഹായരായി നിൽക്കുന്ന ശ്ലീഹന്മാരുടെ അടുക്കൽ, ശിഷ്യന്മാരുടെ അടുക്കൽ ഈശോ ചോദിക്കുന്നുണ്ട്, ഇവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന്. അവർ ആ ജനക്കൂട്ടത്തിൽ പരതി നോക്കിയപ്പോൾ ഒരമ്മ തൻ്റെ കുട്ടിയായിരിക്കുന്ന മകന് ഈശോയുടെ സുവിശേഷം കേൾക്കുവാൻ അവൻ താല്പര്യം പ്രകടിപ്പിച്ച് ഈ ജനക്കൂട്ടത്തിൻ്റെ ഒപ്പം പോന്നപ്പോൾ അവന് ഭക്ഷിക്കുവാനായി കൊടുത്ത 5 അപ്പവും 2 മീനും സന്തോഷത്തോടെ ഈശോയുടെ ശിഷ്യന്മാരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അവനുള്ളത് മുഴുവനും പങ്കുവയ്ക്കുവാൻ, യേശുവിന് വേണ്ടി, തൻ്റെ ഗുരുവിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ അവൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ട്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു സമയമാണ്. ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും 25-ാം തീയതി ക്രിസ്തുവിനെ പിറവി വരവേൽക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യേണ്ട സമയമായി. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ 5 ബാർലറി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അത് എന്തുണ്ട്? ശിഷ്യന്മാർ ഈശോയോട് പറയുകയാണ്. എന്നാൽ ആ കുട്ടി തൻ്റെ കൈവശമുള്ളത് മുഴുവനും ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തു. അവന് ഈശോയ്ക്ക് വേണ്ടി തൻ്റെ കയ്യിലുള്ളത് മുഴുവനും പങ്കുവച്ചു. ഈ ക്രിസ്മസിൽ എനിക്കൊന്ന് മാത്രമേ പറയുവാനുള്ളൂ. ക്രിസ്ത്യാനികളായ നമ്മൾ, ക്രിസ്തു നമ്മുടെ ഭവനത്തിലും നമ്മുടെ മനസ്സിലും പിറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് എന്തെല്ലാമാണോ അത് മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ പങ്കുവയ്ക്കുവാൻ ഒരു മനസ്സുണ്ടാകുക. നിങ്ങളുടെ ഇടവകളിൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് വിശന്നിരിക്കുന്ന മക്കൾക്ക്
വീടില്ലാത്ത മക്കൾക്ക്, ഒരു നേരത്തെ ആഹാരമില്ലാത്ത മക്കൾക്ക്, രോഗികളായിരിക്കുന്നവർക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളും ഈ കുട്ടിയെ പോലെയാകും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ക്രിസ്ത്യാനികളായ സഹോദരീ സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തുടക്കമാകട്ടെ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ പിറക്കട്ടെ. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നതെന്തും യേശുവിന് വേണ്ടി, യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകത്തെ അറിയിക്കുവാൻ വേണ്ടി, അങ്ങനെ വിജാതീയരായവരെ കൂടി യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങളുടെ കയ്യിലുള്ളത് സഹോദരങ്ങൾക്ക് വേണ്ടിയാണേലും മറ്റുള്ളവർക്ക് വേണ്ടിയാണേലും പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോ പിറക്കും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും. ഉള്ളതെല്ലാം പങ്കുവെച്ച ആ കുട്ടി അനുഗ്രഹിക്കപ്പെട്ടവനായ മാറുന്നു. കാരണം ബാക്കി 12 കുട്ട നിറയെ അവിടെ അപ്പം ശേഖരിച്ചു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. എനിക്കെന്താണ് ദൈവം തന്നിരിക്കുന്നത്? അത് ആർക്കെല്ലാം കൂടി പങ്കുവയ്ക്കാൻ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നു? നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഈശോയെ കൂടിയാണ് മറ്റുള്ളവർക്കും കൂടി പങ്കുവയ്ക്കുന്നത്. ഈശോ തന്നിരിക്കുന്ന സമ്പത്താണ് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുന്നത്. ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കുമ്പോൾ, ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ മക്കൾ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാതിരിക്കുവാൻ സമ്പത്തുള്ളവർ ആ സമ്പത്ത് പങ്കുവയ്ക്കുമ്പോൾ ഈശോ വളരെയധികം സന്തോഷിക്കുകയും നിങ്ങളുടെ ഭവനത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും എടുത്തുമാറ്റുകയും നിങ്ങളുടെ കുടുംബത്തിൽ ഈശോ വന്ന് പിറക്കുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ ഈ കുട്ടിയെപ്പോലെ അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.